നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് നിയർ ഫ്യൂച്ചറിൽ തന്നെ എന്താണ് നടക്കാനായിട്ട് പോകുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഒരുപാട് പേര് മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരുപാട് വ്യക്തികളെ കാണിക്കുന്നുണ്ട്. പാട്ട് പാടാൻ കഴിവുള്ള അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബന്ധമൊക്കെയുള്ള അല്ലെങ്കിൽ അതിൽ ജോബ് വെക്കുന്ന കുറച്ച് ആൾക്കാരെ ഇതിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ സം ഹീലർ, അതായത് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരെയും അവരുടെ എനർജീസും ഇതിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് അവരുടെ ഫീലിങ്സ് അല്ല അവരുടെ ഒരു ഇത് പറഞ്ഞതാണ്. പിന്നെ ഒരുപാട് പെറ്റുകളെ ഇഷ്ടപ്പെടുന്ന പൂച്ചക്കുട്ടികൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇവിടെ പെറ്റുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പെറ്റിനെ നന്നായിട്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് എന്താ പറയുക, അവരെ ഒന്ന് ഹാപ്പി ആക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ പെറ്റില്ലാത്തവരാണെങ്കിലും പെറ്റിനൊക്കെ മേടിച്ചൊന്ന് വളർത്താനായിട്ട് ശ്രമിക്കുക. എനിക്കെന്തോ ഇത് പറയാനായിട്ട് തോന്നുന്നു, ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ മെയിനായിട്ട് എനിക്ക് എൻ്റെ ഒരു ഇൻഡ്യൂഷനിൽ ഈ കാർഡ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നത്, എനിക്കൊരു കാർഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഇൻഡ്യൂഷനിൽ ഡിവൈൻ പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി എന്തോ ഒരു സത്യം വെളിപ്പെടാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അബൌട്ട് യുവർ പേഴ്സൺ, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വെളിപ്പെടാനായിട്ട് പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇത്ര നാളും ഒളിഞ്ഞിരുന്ന എന്തോ സത്യം. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾ ടാരറ്റ് റീഡിങ് എടുക്കുന്നതായിരിക്കാം, അതിലൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടുന്നതായിരിക്കാം. അതെന്തായാലും നിങ്ങൾക്ക് വിഷമം വരുന്നതോ മോശം വരുന്നതോ ആയിരിക്കില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ നിങ്ങളെ ഒട്ടും തന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് വെറുപ്പാണ്, അല്ലെങ്കിൽ അവർ ഹാപ്പിയാണ്, നിങ്ങൾക്ക് മാത്രമാണ് അവരോട് ഇത്രമാത്രം ഒരു ഒരു എന്താ പറയുക കണക്റ്റഡ് ആയിട്ടുള്ളൊരു വേർപിരിയാൻ പറ്റാത്ത അത്രയ്ക്കും ഒരു ബന്ധം, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിങ്ങളടുത്ത് മാത്രമേ ഉള്ളൂ, അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല, ദേ ആർ ഹാപ്പി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും മേ ബി. പക്ഷേ അവരങ്ങനെ അല്ല കേട്ടോ. അവരുടെ ഒരു പലതരത്തിലുള്ള ഫീലിങ്സ് അവർ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷെ നിങ്ങളെ മുമ്പിൽ അവർ കാണിക്കുന്നത് വേറെ പോലെയും, നിങ്ങളെ ഒട്ടും തന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ വെറുപ്പാണ് എന്നുള്ള തരത്തിലൊക്കെയുള്ള ബിഹേവിയർ ആയിരിക്കും നിങ്ങളോട് കാണിക്കുന്നത്. നിങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുള്ളൊരു അവസ്ഥാന്തരമൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇൻഫാക്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ കോളിലോ നിങ്ങൾ കണ്ടുമുട്ടിയപ്പോഴോ ഒരുപാട് ഷൗട്ട് ചെയ്ത് നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് നിങ്ങളോടതെല്ലാം പറഞ്ഞതിന് അവർ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. എൻ്റെ ആ ഒരു പേഴ്സണ് വിഷമമായോ, വേദനിച്ചിട്ടുണ്ടാവും, ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പിറ്റേ ദിവസം വീണ്ടും എന്തെങ്കിലും കോളിൽ വന്നിട്ടുണ്ടെങ്കിലോ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലോ ആ ഒരു പേഴ്സൺ ഇന്നലെ ചിന്തിച്ച അല്ലെങ്കിൽ ഇന്നലെ രാത്രി ചിന്തിച്ച പോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം നിങ്ങളടുത്ത് വീണ്ടും ഇതേപോലുള്ള ദേഷ്യം, പെരുമാറ്റം. അതെന്താണെന്ന് പോലും ആ ഒരു പേഴ്സൺ അവിടെ മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങളടുത്ത് പെരുമാറിയതിന് ശേഷം അവർക്ക് തന്നെ അറിയാം, ഞാനിത് കുറച്ച് ഓവറാണ്, ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല, അവർക്ക് തന്നെ ഉള്ളിൽ അറിയാം. പക്ഷേ അവരത് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കഴിഞ്ഞ ഒരു റീഡിങ്ങിലും കിട്ടിയിട്ടുള്ള ഏകദേശം ഏറെക്കുറെ ഒരു എഫക്റ്റ് ഇതിലും വരുന്നുണ്ട്. സോ ആ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾ വിചാരിക്കുന്നതേ അല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇതിലെല്ലാം എനിക്കൊരു മറച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹൈഡിങ് ആണ് കൂടുതലും എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നും റിവീൽ അല്ലാത്തൊരു അവസ്ഥയിലുള്ളൊരു കാർഡ്സുകളാണ് എനിക്ക് വന്നിട്ടുള്ളത്. കുറേ അവർ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് അവരുടെ എന്തോ ടൈപ്പ് ഓഫ് ഫീലിങ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഇവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പലർക്കും അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അറിയാൻ സാധ്യത നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾ തന്നെ നിങ്ങളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും ചില കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചില്ലേ. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് മേ ബി നിങ്ങളെടുത്ത് ചൂടായിട്ടുണ്ടായിരിക്കണം. കുറേ അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടായിട്ടുണ്ടായിരിക്കണം. അങ്ങനെ എന്താ പറയുക, നീ അപ്പം എന്നെക്കുറിച്ച് ഇങ്ങനെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നിനക്ക് എന്നെ വിശ്വാസമില്ല. ദർ ഇസ് ലോട്ട് ഓഫ് ട്രസ്റ്റ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് കുറേ പേര് റിലേഷൻഷിപ്പിൽ. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നീ എന്നെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും.
അങ്ങനെയൊക്കെ ഉള്ളൊരു കുറേ എനർജീസ് ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞു പോയ ടോക്കുകളാണ് കുറേ പേരുടെ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ രണ്ടുപേരുടെയും സോളുകൾ കണക്റ്റഡ് ആയിട്ടുള്ളൊരു എന്തോ ഇൻറ്റൻഷൻ വഴി ആണ്. ഒരു ഇൻറ്റൻഷൻ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഒരുപാട് പേര് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട്, വിദേശത്തും ഇവിടെയൊക്കെ ആയിട്ട്. ആൻഡ് ഒരുപാട് പേര്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരുപാട് പേര് വിദേശത്തിലേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നവരായിട്ടും കാണിക്കുന്നുണ്ട്. അതിലൊരുപാട് തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ കുറേ പേർക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ നിങ്ങൾക്ക് പല കാര്യങ്ങളും വ്യക്തമാകുന്നു എന്ന് വരുന്നു. വെരി നൈസ്. ഫുൾഫിൽമെൻറ്റ്. നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ അതിൽ എന്തായാലും ഒരു തീരുമാനം ആവാൻ പോവുകയാണ് കുറേ പേരുടെ എനർജീസിൽ. റീബർത്ത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ചത്ത അവസ്ഥയിലാണ്. ഈ ഒരു പേഴ്സണിൻ്റെ അഭാവത്തിൽ നിങ്ങൾ ടോട്ടലി ഇല്ലാതായിട്ടുള്ളൊരവസ്ഥയാണ്. നിങ്ങളുടെ ശരീരം മാത്രം എല്ലാം രാവിലെ എണീക്കുന്നു, ചെയ്യേണ്ട കർമ്മങ്ങൾ ഓരോ ദിവസം നമുക്കുണ്ടല്ലോ, അത് ചെയ്തുകൊണ്ട് പോകുന്നു. പക്ഷെ സോള് ഇപ്പോഴും ഒരു ചത്ത അവസ്ഥയിൽ കിടക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതിൻ്റെ ഒരു റീബർത്താണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, കുറേ പേർക്ക് നിങ്ങൾ ഓൺ ബിസിനസ്, അതായത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരും അത് നോക്കിക്കൊണ്ട് നടത്തുന്നവരും, നിങ്ങളോ നിങ്ങളെ പേഴ്സണോ, അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. കുറേ പേർക്ക് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ പോവുകയാണ് റിലേഷൻഷിപ്പിൽ. ഇത്രയും നാളും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പേ ഓഫ് ചെയ്തിട്ടുണ്ട്. എനർജീസ് ആണെങ്കിലും പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട്. കുറേ പേർക്ക് ഇവിടെ അവേക്കണിങ് സ്റ്റേജസ് വരാനായിട്ട് പോവുകയാണ് റിലേഷൻഷിപ്പിലൂടെ. ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങളുടെ സോളിൻ്റെ ഒരു അവേക്കണിങ് പർപ്പസ് കൂടെ കാണിക്കുന്നുണ്ട്. സോ കമ്മിങ് സൂൺ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫുൾഫിൽമെൻറ്റ് വരാനായിട്ട് പോവുകയാണ്. റീബർത്ത് ഉണ്ടാവാനായിട്ട് പോവുകയാണ്. സ്റ്റെബിലിറ്റി ഉണ്ടാവുകയാണ്. അവേക്കണിങ് ആവുകയാണ്. നിങ്ങളുടെ സോള് ആ ഒരു ശരിക്കും പറഞ്ഞാൽ സോൾ ഇപ്പോൾ ചത്തവസ്ഥ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് മോഡിലാണ് നിങ്ങളുടേത്. അതിനൊരു അവേക്കണിങ് സംഭവിക്കാനായിട്ട് പോവുകയാണ് എന്നതാണ് ഇവിടെ കാണുന്നത് മെയിനായിട്ട്. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞു, ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ നിങ്ങൾ ഒരുപാട് പെറ്റിനെയൊക്കെ വളർത്തുന്നവരായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കുറേ പേരൊക്കെ എന്താ പറയുക, കാക്കയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ളവരോ കുറേ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാക്കയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിൻ്റെ, അതായത് നിങ്ങളുടെ പൂർവികർ, നമ്മളെ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മളെ അപ്പനപ്പൂപ്പന്മാർ, നമ്മളുടെ പൂർവികരെന്ന് പറയും, അവരുടെ ഒരു ബ്ലെസ്സിങ്സ് കുറവായിട്ട് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ കാർഡ്സ് എടുക്കുമ്പോൾ തന്നെ ഇത് പറയാനായിട്ട് 2 പ്രാവശ്യം എനിക്കിങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ പെറ്റിനെയൊക്കെ വളർത്തൂ, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കൂ, അല്ലെങ്കിൽ ഈ പറയുന്ന കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുക. അതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് പറയാനായിട്ട് തോന്നുന്നത്. എന്തോ അവരുടെ ഒരു ബ്ലെസ്സിങ്സിൻ്റെ ബ്ലോക്കേജ് നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് കറക്റ്റായിട്ടൊക്കെ അവിടെ പോകുന്നുണ്ടായിരിക്കില്ല കുറേ പേർക്ക്. അങ്ങനെ കുറേ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്.